പാർട്ടി അതീവ ഗുരുതര പ്രതിസന്ധിയിലകപ്പെട്ട സംഭവമാണ് കൃഷ്ണപിള്ള സ്മാരക ആക്രമണക്കേസെന്ന വിലയിരുത്തലാണ് CPIM ആലപ്പുഴ ജില്ലാ സമ്മേളന റിപ്പോർട്ടിലുള്ളത്. പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടി ആക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. അക്ഷന്തിവ്യമായ ഈ നീചകൃത്യത്തിനെതിരെ പാർട്ടി ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പ്രതിചേർത്തതിനെ തുടർന്നാണ് കണ്ണാർക്കാട് LC അംഗം P. സാബു, പാർട്ടി അംഗം പ്രമോദ് എന്നിവരെ പുറത്താക്കിയതെന്ന് മാത്രമാണ് നടപടിയെക്കുറിച്ച് റിപ്പോർട്ടിലുള്ള പരാമർശം. ജില്ലയിലെ പാർട്ടിയിൽ വിഭാഗീയത വളരുകയാണെന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു വിമർശിച്ചു. ആലപ്പുഴ, ചേർത്തല, അരൂർ ഏരിയ സമ്മേളനങ്ങളിൽ വിഭാഗീയത പ്രകടമായതിനാൽ ഈ സമ്മേളനങ്ങൾ പരിശോധിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളന വേദിയായതിനാൽ വിഭാഗീയതയ്ക്ക് അറുതി വരുത്താനുള്ള ആർജവം കാട്ടണമെന്നും CB ചന്ദ്രബാബു പറഞ്ഞു. ശക്തമായ പാർട്ടി സംഘടനയുടെ അഭാവം പ്രശ്നമാണ്. സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വന്ന വീഴ്ച, കൂട്ടായ പ്രവർത്തനത്തിന്റെ അഭാവം, വിഭാഗീയത, വ്യക്തിവിരോധം തുടങ്ങിയവ ശക്തി ക്ഷയിക്കാൻ കാരണമായി. അഴിമതി, നിലനികത്തൽ, റിയൽ എസ്റ്റേറ്റ്, ബ്ലേഡ് മാഫിയ, മറ്റ് ദുശീലങ്ങൾ എന്നിവ പാർട്ടിയുടെ അന്തസ്സിടിയുന്ന നിലയിലെത്തി. നേതാക്കളെ അവമതിപ്പോടെ ജനം കാണുന്ന സാഹചര്യമുണ്ടെന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട്. തെരഞ്ഞെടുപ്പിൽ ശക്തി കേന്ദ്രങ്ങളായ ചില മേഖലകളിൽ വോട്ട് ചോർന്നത് ഗൗരവമായി പരിശോധിക്കണം. പാർട്ടി കേന്ദ്രമായ ഹരിപ്പാട് BJP വോട്ടിലുണ്ടായ വർധനവിനെയും ഗൗരവമായി കാണണം. തെരഞ്ഞെടുപ്പിൽ SNDP പാർട്ടിയെ പിന്തുണയ്ക്കാൻ തയ്യാറായി. നായർ മേഖലയിലും വോട്ട് ചോർന്നില്ല. ചില ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കി. എന്നാൽ പിന്നോക്ക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള മേഖലകളിൽ ഈ പിന്തുണ ലഭിക്കാത്തത് പരാജയത്തിന് കാരണമായെന്നും റിപ്പോർട്ട് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഹ്വാനം ചെയ്താണ് റിപ്പോർട്ട് അവസാനിക്കുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ.